വെൽക്കം. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ജേണൽ എൻട്രി എങ്ങനെ സിമ്പിളായിട്ട് ജേണൽ എൻട്രി എഴുതാമെന്ന്. ജേണൽ എൻട്രി സിമ്പിളായിട്ട് ആ റൂൾ പഠിച്ച് എങ്ങനെ എഴുതാമെന്ന് കണ്ട കാര്യമാണ്. ഇനി അതിൻ്റെ ലെഡ്ജറിങ്. ജേണൽ കഴിഞ്ഞിട്ട് അടുത്തതാണ് ലെഡ്ജർ. ലെഡ്ജറിലേക്ക് ചെയ്യുന്നത് പോസ്റ്റിംഗ് ആണ്. ജേണലിൽ ചെയ്യുന്നത് ജേണലൈസിങ് ആണെങ്കിൽ ലെഡ്ജറിൽ ചെയ്യുന്നത് പോസ്റ്റിംഗ് ആണ്. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. ഇതാണ് ലെഡ്ജറിൽ നടക്കുന്ന കാര്യം. ലെഡ്ജർ നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിലുള്ള ലെഡ്ജറുണ്ട്. ഒന്ന് പെർമനൻ്റ് ആയിട്ടുള്ള ലെഡ്ജറും മറ്റേത് ടെമ്പററി ആയിട്ടുള്ള ലെഡ്ജറും. സ്വാഭാവികമായിട്ടതായിരിക്കുമല്ലോ. പെർമനൻറ്റും ടെമ്പററി. പെർമനൻറ്റ് ലെഡ്ജർ എന്ന് വെച്ചാൽ ഒരു വർഷത്തെ കാലം കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തേക്ക്, ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെയും അടുത്ത വർഷത്തേക്കും വരുന്ന ലെഡ്ജറുകൾ, അങ്ങനെയുള്ള അക്കൗണ്ടുകൾ. ക്യാഷിൻ്റെ ആവാം, ക്യാപിറ്റലിൻ്റെ ആവാം, അസറ്റുകളുടെ ആവാം, അങ്ങനെയുള്ള അക്കൗണ്ടുകൾ അടുത്ത വർഷവും വരും. അത് ബാലൻസ് ഷീറ്റിൽ വരുന്ന സംഭവങ്ങൾ. ഇതാണ് ബാലൻസ് ഷീറ്റ് വരുന്നതാണ് പെർമനൻറ്റ് ലെഡ്ജേഴ്സ്, ബാലൻസ് ഷീറ്റ് വരുന്ന അക്കൗണ്ടുകൾ. അല്ലാതെ ടെമ്പററി ആയിട്ട് വരുന്നുണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോയി ഒരു വർഷത്തെ കാര്യം കഴിയുമ്പോൾ മാറിപ്പോകുന്ന അക്കൗണ്ടുകളാണ് ടെമ്പററി അക്കൗണ്ടുകൾ. അങ്ങനെ രണ്ട് തരത്തിൽ ലെഡ്ജറുകളുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ നേരത്തെ തന്നെ പോസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ റൂളിനകത്ത് പഠിച്ചിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അസറ്റിൻ്റെ മെയിനായിട്ട് നോക്കുമ്പോൾ അസറ്റിൻ്റെ ലെഡ്ജറുണ്ട്, ലയബിലിറ്റിയുടെ ലെഡ്ജറുണ്ട്, പിന്നീടുള്ളത് ക്യാപിറ്റലിൻ്റെ ലെഡ്ജറുണ്ട്, പിന്നീട് റവന്യൂ അല്ലെങ്കിൽ ഗെയിൻസ്, വരുമാനവും അല്ലെങ്കിൽ നേട്ടവും, അതിൻ്റെ ലെഡ്ജറുകളുണ്ട്. പിന്നീടുള്ളത് ചിലവുകളും നഷ്ടങ്ങളും, എക്സ്പെൻസ് ഓർ ലോസസ്. അങ്ങനെ ഈ രീതിയിൽ 5 രീതിയിലുള്ള 5 കാറ്റഗറിയിലുള്ള ലെഡ്ജറുകളാണുള്ളത്. അസറ്റുകളുടെ, ലയബിലിറ്റികളുടെ, ക്യാപിറ്റലിൻ്റെ, ഇൻകത്തിൻ്റെ അല്ലെങ്കിൽ റവന്യൂവിൻ്റെ, ഇവിടെ എക്സ്പെൻസിൻ്റെ. ഇങ്ങനെ 5 രീതിയിലുള്ള ലെഡ്ജറുകളാണുള്ളത്. അതിന് റൂളുകൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്ത ടെസ്റ്റ് കാണുക. ലെഡ്ജറിലേക്ക് എഴുതുന്ന കാര്യത്തെ പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. പോസ്റ്റിംഗ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് എഴുതിയ അല്ലെങ്കിൽ ഒരു സാധാരണ വരുന്ന ഒരു ജേണൽ എൻട്രി. ജേണൽ എൻട്രിയാണ് ആദ്യത്തെ. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് റുപ്പീസ് ഒരു 5 lakh ആയിക്കോട്ടെ. നമ്മൾ 5 lakh റുപ്പീസ് വെച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചു. അതിൻ്റെ ഒരു ജേണൽ എൻട്രി. ജേണൽ എൻട്രിക്കകത്ത് വരുന്ന എന്താണ്? ക്യാഷ് വന്നു, ക്യാപിറ്റലായിട്ട് വന്നു. ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ്, ക്യാഷ് വരുന്നത് ഡെബിറ്റ്. അപ്പോൾ ഡെബിറ്റ് വാർഡ് കംസ്, ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട് എന്നുള്ള റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ അനുസരിച്ച് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. ഇത് എഴുതുമ്പം പറയുമ്പോഴും എല്ലാം ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 5 lakh ടു ക്യാപിറ്റൽ അക്കൗണ്ട് 5 lakh തന്നെ എമൗണ്ടും ചേർത്താണ് നമ്മുടെ ജേണലൈസ് ചെയ്യുമ്പോൾ പറയാനുള്ളത്. ഇനി ഇത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ അക്കൗണ്ടുകൾ, 2 അക്കൗണ്ടുകളാണുള്ളത്. ഒന്ന് ക്യാഷ് അക്കൗണ്ടും ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 5 lakh ടു ക്യാപിറ്റൽ അക്കൗണ്ട് 5 lakh. ഇതാണ് അവിടുത്തെ ജേണൽ എൻട്രി. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന അക്കൗണ്ട് ഒന്ന് ക്യാഷിൻ്റെ അക്കൗണ്ട്, ഒന്ന് ക്യാപിറ്റലിന് അക്കൗണ്ട്. രണ്ടിനും നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അതിലൊരു ലെഡ്ജറിൻ്റെ ഫോർമാറ്റ്. ഒരു ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് വരുമ്പോൾ നമുക്ക് ഉള്ളത് എല്ലാത്തിനകത്ത് നമ്മൾ മെയിനായിട്ടൊരു നീട്ടൊരു വര വരയ്ക്കുക, ഇടയ്ക്കൂടെ വര വരയ്ക്കുക, ഒരു വലിയ ടി വരയ്ക്കുക. ഇതാണ് സാധാരണ അക്കൗണ്ടുകൾ ചെയ്യേണ്ടത്. അക്കൗണ്ടിൽ ടി ഷേപ്ഡ് അക്കൗണ്ടുകളാണ് എല്ലാം ഉള്ളത്. ഇത് ഡെബിറ്റ് സൈഡും ഇത് ക്രെഡിറ്റ് സൈഡും, 2 സൈഡുകളായിട്ട്. ഇവിടെ ഇങ്ങനെ വരച്ചു കഴിയുകയാണെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു JF-ൻ്റെ കോളം വേണം, അത് ഞാൻ പറയാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു JF-ൻ്റെ കോളം ഉണ്ട് എങ്കിൽ തന്നെ ഞാൻ വരച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ജേണൽ ഫോളിയം ഇല്ല, നമ്പറില്ല. ജേണലിൻ്റെ നമ്പറാണ്, അതുകൊണ്ട് അതിൻ്റെ ഫോളിയം നമ്പറില്ല.
നമ്പർ നമ്മുടെ ഇല്ല, അവൈലബിൾ അല്ല. അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് വരയ്ക്കാം. എന്തായാലും അക്കൗണ്ടിനകത്ത് വരയ്ക്കേണ്ടതാണ്, എങ്കിലും സ്ഥലപരിമിതി കൊണ്ടും പിന്നീട് ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ടും വരയ്ക്കുന്നില്ല. ഡേറ്റ് 1 April 2021 തന്നെ കൊടുക്കാം. അപ്പോൾ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഇതാണ് ഡെബിറ്റ് സൈഡ്. ഇത്ര ഐറ്റംസ് ആണ് ഡെബിറ്റ് സൈഡിലുള്ളത്. ഇനി നമ്മൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും അറിയാൻ വേണ്ടി ഒരു ചെറിയ വരയെങ്കിലും കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. രണ്ട് തിക്കായിട്ടുള്ളൊരു വര കൊടുക്കുക, അല്ലെങ്കിൽ നല്ല കട്ടിക്കൊരു വര കൊടുത്താലും മതി. അപ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ തിരിച്ചറിയും. ഇവിടാണ് ക്രെഡിറ്റ് സൈഡ്. നമ്മൾ തുടങ്ങുന്ന ഈ സൈഡാണ് ഡെബിറ്റ് സൈഡ്, അവസാനിക്കുന്ന സൈഡാണ് ക്രെഡിറ്റ് സൈഡ്. ഈ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് അല്ലെങ്കിൽ എന്തൊക്കെ ഹെഡുകളാണുള്ളത് അത് തന്നെയാണ്, ഹെഡിങ്സ് തന്നെയാണ് ക്രെഡിറ്റ് സൈഡിലുള്ളത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഇത്രയും തന്നെയാണ് അവിടെ ഉള്ളത്. JF ഉണ്ട്, JF ഞാൻ വരച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനി ഏതിൻ്റെ അക്കൗണ്ട് ഉണ്ട് വെച്ചാൽ ഓരോ ലെഡ്ജറിനും വേറെ വേറെ അക്കൗണ്ടുകളല്ല, ഈ ഒരു സെയിം ഫോർമാറ്റ് തന്നെയാണ് എല്ലാ ലെഡ്ജറിനും ഉള്ളത്. എല്ലാ ലെഡ്ജറിനും ഈ ഫോർമാറ്റ് തന്നെയാണുള്ളത്. ഏതൊരു അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ, ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ, ബാങ്ക് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ, റവന്യൂ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ, ഇൻട്രസ്റ്റ് അക്കൗണ്ട് വരയ്ക്കാൻ, അങ്ങനെ ഏത് അക്കൗണ്ട്, ഏതൊരു എൻട്രിയുടെ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാലും ഈ ഒരു ഫോർമാറ്റ് തന്നെയാണുള്ളത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. JFൻ്റെ ഇടയ്ക്ക് വരുന്ന കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്, അങ്ങനെ വരും. ഇങ്ങനെയാണ് ഒരു ലെഡ്ജർ വരയ്ക്കുന്നത്. ഇങ്ങനെയാണ് ലെഡ്ജർ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യം എങ്ങനെ വരും, എങ്ങനെയാണ് ഇതിനകത്തോട്ട് പോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അടുത്ത് നോക്കുക. ഇപ്പം ക്യാഷ് അക്കൗണ്ട് ലെഡ്ജർ ആയിക്കോട്ടെ, നമ്മൾ ക്യാഷാണ്, ക്യാഷ് അക്കൗണ്ട് അടയ്ക്കും. ക്യാഷ് അക്കൗണ്ട്, ഇത് ക്യാഷ് അക്കൗണ്ടാണ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് വരുന്ന ഒരു കാര്യമാണ് ക്യാപിറ്റൽ. ഇപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ട് ക്യാഷ് തന്നെ എഴുതത്തില്ലോ, എന്തായാലും ക്യാഷ് അക്കൗണ്ടിലൂടെ ക്യാഷ് വരത്തില്ലല്ലോ. ക്യാഷിൻ്റെ കാര്യം എഴുതേണ്ട ആവശ്യമില്ല. അത് എങ്ങോട്ടാണ് ചിലവഴിച്ചത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് കിട്ടിയത് അത് മാത്രം എഴുതിയാൽ മതി ഈ അക്കൗണ്ടിനകത്തോട്ട്. ഈ പോസ്റ്റ് ചെയ്യുന്ന സാധനം ഈ ജേണലിനകത്ത് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട എൻട്രി, ക്യാഷ് അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് മറ്റേത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടാണ് ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ ലെഡ്ജറിനകത്ത് എഴുതേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ലെഡ്ജറിനകത്ത് എഴുതേണ്ടത് ക്യാഷിൻ്റെ കൂടെ വരുന്ന സാധനം. ഇപ്പം തിരിച്ചാണെങ്കിൽ, തിരിച്ചെന്ന് വെച്ചാൽ പർച്ചേസ് അക്കൗണ്ട് അറ്റ് ക്യാഷ്, അതാണ് എൻട്രി എങ്കിൽ അവിടെ പർച്ചേസ് ആണ് ആ ക്യാഷിൻ്റെ അക്കൗണ്ടിനകത്ത് വരേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ജേണൽ എൻട്രി ചെയ്യും, ഒരു ജേണൽ എൻട്രി അല്ല, ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു 10 ജേണൽ എൻട്രി എങ്കിലും കാണും, 10 എണ്ണമെങ്കിലും മിനിമം കാണും. 10 എണ്ണത്തിനും മിക്കവാറും ഒക്കെ ക്യാഷ് വരുന്നുണ്ട്, പർച്ചേസ്, സെയിൽസ്, ക്യാപിറ്റൽ പ്രാവശ്യം വരുന്നുണ്ട്, പിന്നെ റിട്ടേൺസ് വരുന്നുണ്ട്. ഇങ്ങനെ ചിലപ്പോൾ 10 അക്കൗണ്ടുകളും കാണും. ചിലപ്പോൾ ക്രെഡിറ്റേഴ്സ് ഇടയ്ക്ക് വരുന്നുണ്ട്, അവരുടെയൊക്കെ അക്കൗണ്ട് കാണും. അങ്ങനെ 10 അക്കൗണ്ട് കാണും. 10 അക്കൗണ്ട് നമ്മളിങ്ങനെ വരയ്ക്കണം. 10 അക്കൗണ്ടുകൾ നമ്മളിങ്ങനെ വരയ്ക്കുക, ഒരേ സെയിം ഫോർമാറ്റ്. ഈ അക്കൗണ്ട് വരച്ചാൽ തന്നെ കുറച്ച് മാർക്ക് കിട്ടും പരീക്ഷയ്ക്ക്. അക്കൗണ്ട് വരയ്ക്കാൻ അറിയാലോ എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യം, ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നത്, ഇത് ടു, ഇത് ബൈ, അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കി. അതാണ്ട് ഇവിടെ 2 ആണ്, ഇവിടെ ബൈ ആണ്, ഇവിടെ 2, ഇവിടെ ബൈ. അത് ഷോർട്ടായിട്ട് നിങ്ങൾ നോർത്ത് വെച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ 2 വരുന്ന സാധനം ഇങ്ങോട്ട് വരും, ബൈ വരുന്ന സാധനം ഇപ്പുറത്തോട്ട് വരും. 2 വരുന്ന ഇവിടെയും ബൈ വരുന്ന ഇവിടെ. ആ ഒരു കാര്യം റിമെമ്പർ വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഈ പോസ്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. പോസ്റ്റ് ചെയ്യാൻ ഒരു പാടുമില്ല. അപ്പം ക്യാഷ് അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ എന്നൊരു എൻട്രി വഴിയാണ്. ശരിക്കുമുള്ള പറയുകയാണെങ്കിൽ ശരിക്കുമുള്ള ജേണൽ എന്ന് പറയാൻ ബൈ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ബൈ ക്യാഷ് അക്കൗണ്ട് അറ്റ് 5 lakh ടു ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് 5 lakh. അങ്ങനെയാണ് എൻട്രി വരുന്നത്. കറക്റ്റ് എൻട്രി പറയേണ്ടത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇത് ബൈ ആണ്, ബൈ ഇവിടെ വരും. പക്ഷേ ക്യാഷ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അവിടെ ക്യാഷ് അക്കൗണ്ട് എഴുതുന്നത്, ഇവിടെ ക്യാഷ് അക്കൗണ്ട് ലെഡ്ജർ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ ക്യാഷ് എഴുതേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള സാധനം എന്തോ ക്യാപിറ്റൽ, ഇവിടെ ക്യാപിറ്റൽ 5 lakh. ആ ഒരു കാര്യം എഴുതിയാൽ മതി. പിന്നീട് ബാക്കി ക്യാഷുമായിട്ട് വന്ന് റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പർച്ചേസ് ചെയ്തപ്പം പർച്ചേസ് അക്കൗണ്ട് അറ്റ് 25,000 പർച്ചേസ് ചെയ്യുന്ന വെച്ചോ. 25,000 പർച്ചേസ് അക്കൗണ്ട് അറ്റ്
25,000 ടു ക്യാഷ് വരും. അപ്പം ബൈ പർച്ചേസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബൈ ഇവിടെ പർച്ചേസ് ആവും. നമുക്ക് പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് ഇതുപോലെ വരച്ചിട്ട് ഇതെവിടെ എഴുതിയത് നേരെ തിരിച്ച് തന്നെ അതേ കാര്യം തന്നെ നമ്മൾ അപ്പുറത്ത് ക്യാഷ് എഴുതുന്നു. അത് നമ്മൾ ഒരുമിച്ച് എഴുതി പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇത് എഴുതാൻ പറ്റും. ജേണൽ എൻട്രിയെ കൂട്ട് തന്നെ എളുപ്പമുള്ള കാര്യമാണ് ലെക്ചറിങ്. ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മളത് ഓർക്കുമ്പോൾ തന്നെ അറിയാം. 2 ഇവിടെയാണ്, ബൈ അവിടെയാണ്. 2 ഇവിടെ എഴുതുക, ബൈ നമ്മുടെ എമൗണ്ട് എഴുതേണ്ട ക്യാഷിൻ്റെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ക്യാഷ് അക്കൗണ്ടിൽ ലെഡ്ജറാണ് നമ്മൾ വരയ്ക്കുന്നത്. ക്യാഷ് അക്കൗണ്ടിൽ ലെഡ്ജർ വരയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും ഇപ്പോഴത്തെ ക്യാഷ് എഴുതേണ്ട ആവശ്യമില്ല. ക്യാഷ് അക്കൗണ്ടിൻ്റെ കാര്യം നമ്മൾ എഴുതുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് കൂടെ വരുന്ന സാധനം കൂടെ വരുന്നത് ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റൽ നമ്മൾ ഇവിടെ 2 എഴുതുന്നു. അത്രേ ഉള്ളൂ അവിടുത്തെ ഒരു കാര്യം. കുറച്ച് ജേണൽ എൻട്രീസിൻ്റെ വെച്ച് നമുക്ക് അല്ലെങ്കിൽ ചെയ്ത് നോക്കാം. കുറച്ച് ജേണൽ എൻട്രീസിൻ്റെ നമ്മൾ നേരത്തെ എഴുതിയ ക്വസ്റ്റ്യൻ്റെ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് അല്ലെങ്കിൽ ചെയ്ത് നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ഒരു ജേണലാണ്. ജേണൽ എൻട്രി നമുക്ക് ഇപ്പം വൗച്ചേഴ്സ് ആയിരിക്കും തരുന്നത്. വൗച്ചേഴ്സ് വെച്ച് ജേണൽ എൻട്രി എഴുതിയിട്ട് ജേണൽ എൻട്രിയിൽ നിന്ന് ലെഡ്ജർ എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്ന ഇലിസ്ട്രേഷൻ 4 പേജ് നമ്പർ 78 വന്നേക്കുന്ന ക്വസ്റ്റ്യൻ പ്ലസ് 1 ലെറ്റേഴ്സിനകത്ത് ഇലിസ്ട്രേഷൻ 4 പേജ് നമ്പർ 78 അത് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ 4th ക്വസ്റ്റ്യൻ അത് വന്നേക്കുന്നത് ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഓഫ് മിസ്റ്റർ മലിക്ക ഫാഷൻ ഹൗസ് ആൻഡ് പോസ്റ്റ് ദ എൻട്രീസ് ടു ദ ലെഡ്ജർ. ലെഡ്ജറിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ജേണലിൽ എഴുതി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇത് ഫസ്റ്റ് എൻട്രി വന്നേക്കുന്നത് ഡേറ്റ് 2017 June 5th. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് ₹2 lakh 2 ലക്ഷം രൂപ വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇടുന്ന സാധനമാണ് ക്യാപിറ്റൽ. ക്യാഷ് കൊണ്ടുവരുന്നത് വെച്ചാൽ ക്യാപിറ്റലായിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് അങ്ങനെ വരുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ 2 lakh. അപ്പോൾ അത് എൻട്രി ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ടിനകത്ത് എൻട്രി ചെയ്യുമ്പോൾ ടു ക്യാപിറ്റൽ 2 lakh വരും. ക്യാപിറ്റൽ അക്കൗണ്ട് ഇതുപോലെ വരച്ച് നമ്മൾ അതിനകത്ത് എൻട്രി എഴുതുമ്പം ബൈ ക്യാഷ് 2 lakh എന്ന് വരും. അതാണ് അവിടെ എൻട്രി വരുന്നത്. രണ്ടാമത്തത് ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് സിൻഡിക്കേറ്റ് ബാങ്ക്. സിൻഡിക്കേറ്റ് ബാങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എൻട്രീസ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് വന്നത് എന്താണ് പോയത്. ബാങ്ക് അക്കൗണ്ട് വന്നു, ക്യാഷ് പോയി. ഡെബിറ്റ് കാർഡ് കംസ്, ക്രെഡിറ്റ് കാർഡ് ഗോസ് ഔട്ട്. റിയൽ അക്കൗണ്ട് തന്നെ രണ്ടും. അപ്പോൾ വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 80,000. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനകത്ത് എഴുതുന്നതോ ബൈ ക്യാഷ് ബൈ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. ബൈ ബാങ്ക് ഇവിടെ വരും. ബൈ ബാങ്ക് ക്യാഷ് അക്കൗണ്ടിനകത്ത് ബൈ ബാങ്ക് ക്രെഡിറ്റ് സൈഡ് വരും. അത്രയുള്ള അതിനകത്ത് എൻട്രീസ് വരുന്നത്. അടുത്ത വരുമ്പോൾ ഇത് ബാങ്ക് അക്കൗണ്ടിലാകുമ്പോൾ ടു ക്യാഷ് എന്ന് വരും. ബാങ്ക് അക്കൗണ്ട് വരച്ച് നമ്മൾ ഇതുപോലെ എഴുതുമ്പോൾ ടു ക്യാഷ് എന്ന് വരും. അപ്പോൾ അടുത്തത് വരുന്നത് ഗുഡ്സ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ് ഫ്രം മിസ്റ്റർ ഗുൽമോഹർ ഫാഷൻ ഹൗസ്. ഫാഷൻ ഹൗസിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു. അപ്പോൾ എൻട്രി വരുന്നത് എന്തോ ഡെബിറ്റ് കാർഡ് കംസ് ഇൻ. പർച്ചേസ് ചെയ്തു, പർച്ചേസാണ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷിനല്ല മേടിച്ചത്, കടത്തിനാണ് മേടിച്ചത്. കടത്തിന് മേടിച്ചുകൊണ്ട് തന്നെ ആ ക്രെഡിറ്ററിൻ്റെ പേര് അവിടെ എഴുതുന്നു, മിസ്റ്റർ ഗുൽമോഹർ. ഗുൽമോഹർ എന്ന് അവിടെ എഴുതുന്നു. പിന്നീട് അടുത്ത് വരുന്നത് അത് നേരെ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 2 അക്കൗണ്ടാണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പർച്ചേസ് അക്കൗണ്ടും ഗുൽമോഹർ അക്കൗണ്ട്. 2 അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഡെബിറ്റ് ചെയ്യേണ്ടടുത്ത് ഡെബിറ്റ് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യേണ്ടടുത്ത് ക്രെഡിറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ പർച്ചേസ് അക്കൗണ്ടിനകത്ത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുൽമോഹർ എന്നാണ് വരുന്നത്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുൽമോഹർ എന്ന് വരുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിനകത്ത് വരുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ലെഡ്ജറിനകത്ത് ടു ഗുൽമോഹർ എന്ന് വരും. ഗുൽമോഹറിൻ്റെ അക്കൗണ്ടിനകത്ത് ബൈ പർച്ചേസ് എന്ന് വരും. അതാണ് അവിടെ എൻട്രി വരുന്നത്. അടുത്തത് പർച്ചേസ് ഓഫീസ് മെഷീനറി ബൈ പെയ്ഡ് ബൈ ചെക്ക് പേ ചെയ്ത് ഓഫീസിൽ മെഷീനറി മേടിച്ചു. അപ്പോൾ അവിടെ വരുന്ന എൻട്രി
ഓഫീസ് മെഷീനറി അല്ലെങ്കിൽ പർച്ചേസിൽ നിന്ന് കൊടുക്കാമെങ്കിൽ തന്നെയും ഓഫീസിലേക്ക് സെപ്പറേറ്റ് വരുന്ന സാധനമാണ്. അത് റോ മെറ്റീരിയൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഓഫീസ് മെഷീനറി എന്നുണ്ട്. ഓഫീസ് മെഷീനറി അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്, അതാണ് അവിടെ ജേണൽ എൻട്രി വരുന്നത്. ടു ബാങ്ക് അക്കൗണ്ട് വരുമ്പോൾ അത് ബൈ ഓഫീസ് ലെറ്ററി, ബാങ്ക് അക്കൗണ്ട് ആകുമ്പോൾ ബൈ അവിടെ വരും. ഓഫീസ് മെഷീനറിയുടെ അക്കൗണ്ട് ആകുമ്പോൾ ടു ബാങ്ക് വരും. ഇതാണ് അവിടെ ഉള്ള ലെറ്റർ എൻട്രി വരും. ഇതുപോലെ ഓരോന്നും. അടുത്തത് റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക്. എന്താണ് പോയത്, എന്താണ് വന്നത്. റെൻറ്റ് എന്നുള്ളത് ഒരു എക്സ്പെൻസ് ആണ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഓർ ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ഓർ ഗെയിൻസ് എന്നാണ് നോമിനൽ അക്കൗണ്ട് റൂൾ. റിയൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ്. അപ്പോൾ ക്യാഷ് കൊടുത്തു, ക്യാഷിൽ ബാങ്കിൽ നിന്ന് പൈസ കൊടുത്തു, എക്സ്പെൻസ് ആണ് പോയത്, ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം, പോയതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്, അതാണ് അവിടെ എൻട്രി വരുന്നത്, ജേണൽ എൻട്രി വരുന്നത്. ജേണൽ എൻട്രി നേരെ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്, റെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് വരും. ടു ബാങ്ക് വരുമ്പം ബാങ്ക് അക്കൗണ്ടിനകത്ത് ബൈ റെൻറ്റ് അക്കൗണ്ടാണ് വരുന്നെങ്കിൽ റെൻറ്റ് അക്കൗണ്ടിനകത്ത് ടു ബാങ്ക് എന്ന് വരും. ഇതാണ് അവിടുത്തെ എൻട്രി. നെക്സ്റ്റ് അവിടെ വന്നേക്കുന്നത് സെയിൽസ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മിസ്റ്റർ മോഹിത് ബ്രോസ്. സെയിൽസ് ചെയ്തു, ഗുഡ്സ് കൊടുത്തു, ഗുഡ്സ് ക്യാഷ് സെയിൽസ് അല്ല, ക്രെഡിറ്റ് സെയിൽസ് ആണ് ചെയ്തത്. ക്രെഡിറ്റ് സെയിൽസ് ചെയ്യുമ്പോൾ അവിടെ എൻട്രി വരുന്നത് എങ്ങനെയാണ്, മിസ്റ്റർ മോഹിത് ബ്രോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ്. സാധനം പോയതല്ലേ, ക്രെഡിറ്റ് ചെയ്യുക, സാധനം പോയതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഒരു ക്രെഡിറ്റർ, നമുക്ക് ക്രെഡിറ്ററായി, ആ ക്രെഡിറ്ററിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എൻട്രി വരുന്നത് മിസ്റ്റർ മോഹിത് ബ്രോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ്. അടുത്തത് നമ്മൾ അതുപോലെ തന്നെ ലെഡ്ജറിനകത്ത് പോസ്റ്റ് ചെയ്യണം. ബൈ ഉള്ളത് ബൈ തന്നെ ഇടുക, ടു ഉള്ളത് ടൂയിലോട്ട് ഇടുക. അക്കൗണ്ട് അനുസരിച്ച് സ്വന്തം അക്കൗണ്ടിനകത്ത് ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വന്ന ആളും അല്ലെങ്കിൽ പോയത് എന്താണെന്ന് വെച്ചാൽ അത് എഴുതിയാൽ മാത്രം മതി. ബൈയുടെ സൈഡിലാണ് ബൈയുടെ സൈഡിൽ, ടൂവിൻ്റെ സൈഡിലാണ് ടൂവിൻ്റെ സൈഡിൽ. അത് എൻട്രി എഴുതുമ്പോൾ തന്നെ അറിയാമല്ലോ, ബൈ ആണ് ടു ആണ്. ബൈ ക്യാഷ് ടു ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് സൈഡും അറിയാം. അപ്പോൾ എന്തോത്തിൻ്റെ അക്കൗണ്ടാണോ, ഏതിൻ്റെ അക്കൗണ്ടാണോ നമ്മൾ എഴുതുന്നത്, ആ അക്കൗണ്ടിൻ്റെ പേര് നമ്മൾ ഈ വരയ്ക്കുന്ന ഇതിനകത്ത് എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു അക്കൗണ്ടിലോട്ട് വന്ന് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ഇടുക, ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ, ടു ക്യാഷ് ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ ഇപ്പോഴത്തെ എഴുതേണ്ട ആവശ്യമുണ്ടോ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത്. അത് അണ്ടർസ്റ്റുഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്താണ് നമ്മൾ എഴുതുന്നത്, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിനകത്താണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അത് ബാങ്കിൽ തന്നെ പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. പിന്നീട് അതുകൊണ്ട് വരുന്ന അടുത്തത് ക്യാഷ് സെയിൽസ്, പൈസയ്ക്ക് സാധനം പറ്റും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് സെയിൽസും വരും. അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് എവിടെ വരും, ബൈ ക്യാഷ് ടു സെയിൽസ്, രണ്ട് സൈഡിൽ തന്നെ വരും. സ്വന്തം അക്കൗണ്ട് വരത്തില്ല, മറ്റേ അക്കൗണ്ടിൽ വരും, അത് മാത്രമേ ഉള്ളൂ. പിന്നീട് അടുത്തത് ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ ഗുൽമോഹർ ഫാഷൻ ഹൗസ്. ഗുൽമോഹറിന് പൈസ കൊടുത്തു. നേരത്തെ നമ്മൾ ക്രെഡിറ്റിന് നമ്മൾ സാധനം മേടിച്ചാണ്, അവർക്ക് പൈസ കൊടുത്തു. അപ്പോൾ നേരത്തെ ക്രെഡിറ്റ് ചെയ്തിരുന്ന ഗുൽമോഹറിനെ ഇപ്പം ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്തുവാണ്, ഗുൽമോഹർ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് നമ്മൾ എഴുതും. പിന്നീട് അടുത്ത എൻട്രി അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് സൈഡിലും ബൈ എഴുതുന്നിടത്ത് ബൈയും ടു എഴുതുന്നിടത്ത് ടു, ബൈ ഇവിടെ ടു ഇവിടെ, സ്വന്തം അക്കൗണ്ടിൽ എഴുതണ്ടായി അതൊന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് കാര്യം റിസീവ്ഡ് എ ചെക്ക് ഫ്രം മിസ്റ്റർ മോഹിത് ബ്രോസ്. നമ്മൾ മുമ്പേ സെയിൽ ചെയ്ത കടത്തിന് സാധനം കൊടുത്ത മോഹിറ്റിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടി, ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് കിട്ടിയത്, ഡെബിറ്റ് ഓർ കംസ് ഇൻ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു മോഹിറ്റിന് മുമ്പിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തിരുന്നു, ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ മോഹിറ്റ് അത് ക്യാൻസലായി പോകും. മോഹിറ്റ് 10,000 രൂപയുടെ എഴുതും, 10,000 രൂപ ക്യാൻസലായി പോകുന്നു. ഓക്കെ, റിസീവ്ഡ് ചെക്ക് ആവുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്, അങ്ങനെയാണ് എൻട്രി വരുന്നത്. ബൈ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്. അത് കഴിഞ്ഞിട്ട് അടുത്ത എൻട്രി വരുന്നത് ടു ബാങ്ക് എന്നാണ് വരുന്നത്, ടു ബാങ്ക് ഇവിടെ എഴുതുന്നു. പിന്നെ അടുത്തത് സാലറി പെയ്ഡ് ഇൻ ക്യാഷ്, എക്സ്പെൻസസ് പേ ചെയ്തു, എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുന്നു. എന്താണ് പോയത്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ
സാലറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. സാലറി ബൈ സാലറി ഇവിടെ വരും, ടു ക്യാഷ് ഇവിടെ വരും. അപ്പോൾ അതായത് അക്കൗണ്ട് എഴുതുമ്പോൾ സ്വന്തം പേര് എഴുതത്തില്ല, മാത്രം നമ്മൾ അറിയിച്ചാൽ മതി. ഇവിടെ ബൈ സാലറി ഇവിടെ വരും, ടു ഉള്ളത് ഇവിടെ വരും. ഏത് അക്കൗണ്ടിലാണോ എഴുതുന്നത് ആ അക്കൗണ്ടിൻ്റെ പേര് അങ്ങ് വായിച്ചു കളയണം. അപ്പം ബൈയിലാണ് വരുന്നതെങ്കിൽ അങ്ങ് വായിച്ചു കളയണം, ടൂവിലാണ് എഴുതി ടൂവിലങ്ങ് എഴുതാതിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ലെഡ്ജർ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ലെഡ്ജർ ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ജേണൽ എൻട്രി എഴുതിരാക്കുക ഏറ്റവും സിമ്പിളായിട്ട് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇതിനകത്ത് ബാലൻസ് ചെയ്യുന്നതുണ്ട്, ബാലൻസ് ചെയ്യാത്തതുണ്ട്. ബാലൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് കുറേ എൻട്രീസ് വരുന്ന സാധനമുണ്ട്. ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, അങ്ങനെ അടുത്ത വർഷത്തേക്ക് പോകുന്ന പെർമനൻറ്റ് അക്കൗണ്ടുകളൊക്കെ നമ്മൾ ബാലൻസ് ചെയ്യും. ടോട്ടൽ രണ്ടിടത്തും ടോട്ടൽ എഴുതി അത് ടാലിയാക്കി എമൗണ്ട് ഇപ്പുറത്തും കുറവുള്ളിടത്ത് എഴുതി വെച്ച് ബാലൻസ് എഴുതി വയ്ക്കും. മറ്റേതിനകത്ത് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരിടത്ത് മാത്രമേ ഒറ്റ കോളായിട്ട് എടുത്തു, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു കോളം മാത്രമേ എടുത്തുള്ളൂ, ഒറ്റ എമൗണ്ട് മാത്രമേ എടുത്തുള്ളൂ. അത് നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ എമൗണ്ട് എടുത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ. ബാലൻസിങ് അതിനകത്ത് വരത്തില്ല. ടെമ്പററി അക്കൗണ്ടിനകത്ത് ബാലൻസിങ് വരത്തില്ല. പെർമനൻറ്റ് അക്കൗണ്ടിനകത്ത് ബാലൻസിങ് വരും, ബാലൻസ് ചെയ്യാം. ആ എമൗണ്ട് അതുപോലെ നമ്മൾ ട്രയൽ ബാലൻസിൽ ഡെബിറ്റിലാണെങ്കിൽ ഇവിടെ ഡെബിറ്റിൽ എഴുതിയെങ്കിൽ ആ ഡെബിറ്റിൽ അതുപോലെ ട്രയൽ ബാലൻസിനകത്ത് എഴുതി ഡെബിറ്റ് സൈഡിൽ എഴുതും. ട്രയൽ ബാലൻസും ഇതുപോലെ സിമ്പിളായിട്ട് കാര്യമാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സാധനം ഉള്ളൂ. ലെഡ്ജറിൻ്റെ എല്ലാം കൂടി ഒരു സമ്മറി നമുക്ക് പെട്ടെന്ന് നോക്കിയെടുക്കാൻ പറ്റും. എല്ലാം കൂടി ഇപ്പം ലെഡ്ജറുകൾ എഴുതുവാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി പേജുകളിലായിരിക്കും. നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് 10 എൻട്രിയുടെ തന്നെ ആണെങ്കിൽ കുറേ പേജുകളായിരിക്കും. 10-15 എൻട്രിയുടെ തന്നെ ഒത്തിരി പേജിലുണ്ട്. അപ്പോൾ ഒരു വർഷത്തെ കാര്യങ്ങൾ എത്രയും കാണും. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാണും. അപ്പോൾ ഇതെല്ലാം കൂടി തപ്പി എടുത്ത് എഴുതി വെക്കാമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി വെച്ച് നോക്കി ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എഴുതുകയെന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യും. അത് സിമ്പിൾ ആക്കാൻ പറ്റും. ഒറ്റ പേജിനകത്ത് തന്നെ മൊത്തം എഴുതാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് ഇതിനകത്തൊരു അക്കൗണ്ടേ അല്ല. ട്രയൽ ബാലൻസ് ഒരു അക്കൗണ്ട് അല്ല, നമ്മളിതിനൊരു സമ്മറൈസ്ഡ് ഫോമാണ്. എല്ലാ ലെഡ്ജറും കൂടി ഒരുമിച്ച് അങ്ങ് എഴുതും. അതിൻ്റെ ബാലൻസുകളെല്ലാം കൂടി ഒരുമിച്ച് എഴുതും. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഇങ്ങനെ എഴുതാം. ഇങ്ങനെയും അക്കൗണ്ട് വരയ്ക്കും. എന്നുവെച്ചാൽ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഇങ്ങനെയും അക്കൗണ്ട് വരയ്ക്കുക, അല്ലെങ്കിൽ പർട്ടിക്കുലേഴ്സ് ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് അങ്ങനെ അക്കൗണ്ട് വരയ്ക്കും. അല്ലെങ്കിൽ ഇപ്പം ചിലപ്പം നമ്മുടെ ടെസ്റ്റുകളിലൊക്കെ ചിലപ്പോൾ കാണുന്നത് ഒരുമിച്ച് അങ്ങനെ പർട്ടിക്കുലേഴ്സ് ഒറ്റ എമൗണ്ട് ആ രീതിയിൽ കാണുന്നുണ്ട്. അത് പരീക്ഷയ്ക്ക് എങ്ങനെ വരാം, അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചോണം. ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യവും വരുന്നുണ്ട്. ചില സമയത്ത് അങ്ങനെയും വരുന്നുണ്ട്. ഇത് അതുപോലെ എടുത്ത് എൻട്രി എഴുതി വെക്കുക. ഡെബിറ്റിലാണ് ബാലൻസ് എങ്കിൽ ഡെബിറ്റിൽ എഴുതി വെക്കുക, ക്രെഡിറ്റിലാണ് ബാലൻസ് എങ്കിൽ ക്രെഡിറ്റിൽ എഴുതി വെക്കുക. അതുപോലെ എടുത്ത് എഴുതുക എന്നൊരു കാര്യം മാത്രമേ ട്രയൽ ബാലൻസിനകത്തുള്ളൂ. അപ്പോൾ ലെഡ്ജർ ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത് ട്രയൽ ബാലൻസിലായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത നമുക്കിനി ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇത്രയും അടുത്ത വീഡിയോയ്ക്കകത്ത് ഇടുന്നതായിരിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് +1 എക്സാമിന്. +2 പഠിക്കുകയാണെങ്കിൽ ട്രയൽ ബാലൻസ് മാറി കഴിഞ്ഞ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത വർഷത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബൈ.